ഹായ്! എല്ലാവരും സുഖമായിരിക്കുന്നു അല്ലേ? മഴക്കാലമൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും അക്ഷരലക്ഷ്മിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിതാ എല്ലാവരും കൂടിയിട്ട് തൃപ്രയാറ് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് തൊഴാനായിട്ട് പോവുകയാണ് കേട്ടോ. വടക്കാഞ്ചേരിയിൽ നിന്ന് അത്യാവശ്യം ഒരു 2 മണിക്കൂറോളം ദൂരമുണ്ട്. അപ്പോൾ വൈകിട്ടാണ് നമ്മൾ പോയത്. ഒരു 4 മണിക്ക് ശേഷമൊക്കെയാണ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. അവിടെ എത്തിയപ്പോൾ ഒരു വഴി ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 7 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ അമ്പലത്തിലെത്തിയത്. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ നട. ഇതുവഴിയാണ് നമ്മൾ അമ്പലത്തിലേക്ക് പ്രവേശിച്ചത്. ഇവിടെ നമുക്ക് പുറത്ത് ചെരുപ്പ് ഊരിയിട്ടിട്ടാണ് ഉള്ളിലേക്ക് കയറുന്നത്. സാധാരണ ഒരു ദിവസമായതുകൊണ്ട് അത്ര വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സ്പെഷ്യലായിട്ടുള്ള ദിവസങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ, അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു കേരളത്തിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. ഇപ്പോൾ അടുത്ത് തന്നെ പ്രധാനമന്ത്രി ഇവിടെ അയോധ്യ പ്രതിഷ്ഠയോടനുബന്ധിച്ച് അതിന് മുന്നോടിയായിട്ട് ഇവിടെ വന്ന് ദർശനം നടത്തിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ആയപ്പോൾ ദക്ഷിണേന്ത്യയിൽ മാത്രമല്ല ഉത്തരേന്ത്യയിലും ഒക്കെ നല്ല പ്രസിദ്ധി ആർജിച്ച ഒരു ശ്രീരാമസ്വാമി അമ്പലം കൂടിയാണ് കേട്ടോ ഇത്. നമ്മൾ കുറേ നാൾ മുന്നേ വന്ന് തൊഴുതിട്ടുണ്ട്. പിന്നെ ഇന്നാണ് കേട്ടോ അതിനുള്ളൊരു അവസരം കിട്ടിയത്. അപ്പോൾ നമ്മളവിടെ എത്തുമ്പോഴേക്കും ദീപാരാധനയ്ക്കുള്ള അലങ്കാര പണികളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഇത് കൂടി അല്ല കേട്ടോ നമ്മൾ പ്രവേശിക്കുക. ഞാൻ പറഞ്ഞു ഇത് പടിഞ്ഞാറേ നടയാണ്. അവിടെ ഇതുപോലെ ഇങ്ങനെ രാമായണത്തിലെ ഓരോ ഖണ്ഡങ്ങളിലെയും പ്രസിദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ അങ്ങനെ ഉൾക്കൊള്ളുന്ന രീതിയിൽ അതിൻ്റെ ഒരു സംഗ്രഹിച്ചിട്ടുള്ള രൂപം അവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നിൽക്കുമ്പോൾ നമ്മളത് കുറച്ച് നേരമൊക്കെ ഒന്ന് വായിച്ചു. വഴിപാടൊക്കെ റെസിപ്റ്റ് ആക്കാനുണ്ടായിരുന്നു. ഈ പടിഞ്ഞാറ് ഭാഗത്ത് തന്നെയാണ് കേട്ടോ റെസിപ്റ്റ് കൗണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അത് എടുക്കുന്ന നേരം കൊണ്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ഒന്നിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. കുറേ പേര് അവിടെ ദീപം കത്തിക്കുന്നുണ്ടായിരുന്നു. മുൻപ് നമ്മൾ തൊഴാൻ വന്നിരിക്കുന്നത് കർക്കിടക മാസത്തിലാണ്. കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനം എന്നുള്ളൊരു പതിവുണ്ടല്ലേ. അപ്പോൾ അതിൽ നമ്മൾ ആദ്യമായിട്ട് തൊഴാൻ വരെ ശ്രീരാമനെയാണ്. അപ്പോൾ തൃപ്രയാർക്കാണ് വരാറ്. അങ്ങനെയാണ് വന്ന് തൊഴാറുള്ളത്. അപ്പോൾ ഇത്രയും വിശാലമായിട്ട് അല്ലെങ്കിൽ വിജനമായിട്ടുള്ള രീതിയിലൊന്നും നമ്മൾ അമ്പലം കാണാറില്ല. നല്ല ജനങ്ങൾ നല്ല തിങ്ങിയായിട്ട് തൊഴാൻ നിൽക്കുന്നത് ഇതായിട്ടാണ് കേട്ടോ നമ്മൾ അമ്പലം എന്തൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ശാന്തമായിട്ടുള്ള പ്രകൃതിയുടെ ആ മഴയൊക്കെ കൊണ്ട് ദീപപ്രഭയിൽ ജ്വലിച്ച് നിൽക്കുന്ന ഒരു അമ്പലത്തിൻ്റെ ദർശനം കൂടിയായിരുന്നു ഇന്നുണ്ടായിരുന്നത്. ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് മീനൂട്ടും അതുപോലെ തന്നെ വെടിവഴിപാടുമാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ പ്രദക്ഷിണം ചെയ്തിട്ട് ഇനി ശ്രീരാമസ്വാമിയുടെ നടയിലേക്ക് പോവുകയാണ്. കിഴക്കേ ഭാഗത്താണ് കേട്ടോ നട. അപ്പോൾ പോകുന്ന വഴിയിൽ ഇവിടെ ഒരു നടയുണ്ട്. ഇത് അയ്യപ്പസ്വാമിയുടെ നടയാണ്. അതുകൂടാതെ തന്നെ ഗോശാല കൃഷ്ണൻ, അവിടെ കൃഷ്ണൻ്റെ ഒരു നട കൂടി പുറത്ത് ചുറ്റമ്പലത്തിലുണ്ട്. അതുപോലെ ദക്ഷിണാമൂർത്തിയുടെ സാന്നിധ്യവും ഗണപതി എല്ലാം ഈ അമ്പലത്തിലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പ്രദക്ഷിണം ചെയ്തിട്ട് കിഴക്കേ നടയിലെത്തിയിട്ടുണ്ട്. ഇവിടെയാണ് മീനൂട്ട് കടവുള്ളത്. ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ്. എൻ്റെ കുട്ടികൾക്കും നല്ല ഇഷ്ടമായി. മീനൂട്ട് വഴിപാട് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു ചെറിയൊരു പാത്രത്തിൽ കുറച്ച് അരി കിട്ടും. ആ അരി നമ്മൾ ഈ നദിയിൽ അങ്ങനെ ഒഴുക്കും. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ മത്സ്യങ്ങളുണ്ട്. വലിയ വലിയ മത്സ്യങ്ങളാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ നമ്മൾ ഇട്ട് കൊടുക്കുന്ന അരി പ്രതീക്ഷിച്ച് അങ്ങനെ കാത്തിരിക്കുന്ന കുറേയേറെ മത്സ്യങ്ങൾ. ഇത് ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ്. അപ്പോൾ നമ്മൾ അത്രയും ആത്മാർപ്പണത്തോട് കൂടിയിട്ട് ഭഗവാനെ സ്മരിച്ച് എന്താഗ്രഹം വിചാരിച്ചിട്ട് നമ്മൾ ഈ വഴിപാടൊക്കെ നമ്മൾ സമർപ്പിക്കാറുണ്ട്. തൃപ്രയാറ് അമ്പലത്തിൻ്റെ മുന്നിൽ കൂടെ ഒഴുകുന്ന ഈ പുഴ, അതിൻ്റെ മുന്നിൽ കിഴക്കേ നടയിൽ ഭഗവാന്റെ നട സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ മീൻകൂട്ടി വഴിപാടൊക്കെ കഴിഞ്ഞ് ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഒരു 7 മണിയായി എത്താനായിട്ട്. 7:15 നട തുറക്കാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞാലാണ് നമുക്ക് ചുറ്റമ്പലത്തിൽ പെട്ടെന്ന് തൊഴാനായിട്ട് പറ്റുക. അപ്പോൾ ഞങ്ങളൊരു 7:15 ആകുമ്പോഴാണ് കേട്ടോ ഉള്ളിലേക്ക് കടന്നത്. അതുവരെ ഈ ചുറ്റും പരിസരമൊക്കെ ഒന്ന് കണ്ട് അവിടെ അങ്ങനെ നിന്നു. മുന്നിലായിട്ട് ഹനുമാൻ സ്വാമിയുടെ ഒരു ചെറിയൊരു വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഉള്ളിലത്തെ കുറച്ച് വിശേഷങ്ങൾ പറയാം. ഉള്ളിൽ കയറി ഭഗവാനെ നല്ല സമൃദ്ധിയായിട്ട് കണ്ടു തൊഴുതു. ഒരു തിരക്കും അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സാധാരണ രീതിയിലുള്ള ഒരു ദിവസമായതുകൊണ്ട് സുഖമായിട്ട് തൊഴാനായിട്ട് പറ്റി. ഒരു തിലകപ്പൂരിയൊക്കെ ചാർത്തി ഭഗവാൻ അങ്ങനെ 4 കൈകളോട് കൂടി നിൽക്കുന്ന ഒരു രൂപമാണ്. അങ്ങനെയൊക്കെ കണ്ട് നല്ല സമൃദ്ധിയായിട്ട് തൊഴുതു പുറത്തേക്ക് ഇറങ്ങി വഴിപാടൊക്കെ ചെയ്തു. നല്ല സന്തോഷമായിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് ഇവിടെ ഒരു കരിവീരൻ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ കരിവീരനെ നമ്മൾ കണ്ടു. ആൾ മഴയായതുകൊണ്ട് അവിടെ അങ്ങനെ ഒതുക്കി അങ്ങനെ നിർത്തിയേക്കായിരുന്നു. കുറച്ച് നേരം അതൊക്കെ ഷൂട്ട് ചെയ്തു. അപ്പോൾ കുട്ടികളും ഇതൊക്കെ കണ്ട് നല്ല സന്തോഷമായിട്ട് അങ്ങനെ നിന്നു കേട്ടോ. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, മൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രം, കൂടൽമാണിക്യം ഭരതക്ഷേത്രം, പായമേൽ ശത്രുഘ്ന ക്ഷേത്രം, ഈ 4 അമ്പലങ്ങളിലാണ് നമ്മൾ സാധാരണ നാലമ്പല ദർശനം നടത്താറ്. വലിയ തിരക്കായിരിക്കും ആ സമയങ്ങളിൽ കർക്കിടക മാസത്തിൽ. അപ്പോൾ ഈ അമ്പലത്തിലത്തെ കുറച്ച് വഴിപാടുകളും
അവിടെ വിവരങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓൺലൈനിലും വഴിപാടൊക്കെ നേരാമെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് വരാൻ പറ്റുന്ന സമയമാണെങ്കിൽ നേരിട്ട് വന്നിട്ട് തന്നെ ഭഗവാന്റെ ദർശനം നടത്തിയായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നമ്മൾ തൊഴുത് കഴിഞ്ഞിട്ട് ഇനി ശ്രീകൃഷ്ണസ്വാമിയുടെ നടയിലേക്ക് പോവുകയാണ്. ഇവിടെ തന്നെ വടക്ക് ഭാഗത്താണ് കേട്ടോ ശ്രീകൃഷ്ണസ്വാമിയുടെ നടയുള്ളത്. കിഴക്കോട്ട് അഭിമുഖമായിട്ട് തന്നെ വിളക്കിൻ്റെ മുകളിലായിട്ട് ഗരുഡൻ്റെ ഒരു ശില്പമുണ്ട്. ഭഗവാനെ തൊഴുത് അങ്ങനെ നിൽക്കുന്ന രീതിയിലുള്ളത്. അവരുടെ നമുക്കറിയാമല്ലോ, അതായത് ഓരോ ഭഗവാന്മാരുടെയും വാഹനമായിരിക്കും അവരുടെ ആ മുന്നിലത്തെ വിളക്കിൻ്റെ മുകളിലുണ്ടായിരിക്കുക. അപ്പോൾ നമ്മളത് അങ്ങനെ ചുറ്റി പ്രദക്ഷിണമൊക്കെ വെച്ച് പോരുകയാണ്. അപ്പോൾ അവിടെ തന്നെയാണ് ഇതുപോലെ മേൽശാന്തി മഠം ഉണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് നല്ല ഭംഗിയുള്ള ഒരു വഞ്ചി. ഇതാണ് ഭഗവാന്റെ പള്ളിയോടം എന്ന് പറയുന്നത്. ഈ ഇങ്ങനെ കാണുന്നതിനേക്കാളും അതിസുന്ദരമാണ് കേട്ടോ നേരിട്ട് ചെന്ന് കാണാനായിട്ട്. നല്ല വലിപ്പമുണ്ട്, അതുപോലെ നല്ല ഗോൾഡൻ കളറിലൊക്കെ തിളങ്ങി നിൽക്കുന്ന നല്ല പ്രഭയോട് കൂടിയിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല പ്രഭയോട് കൂടിയിട്ട് അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു പള്ളിയോടം. ഭഗവാന്റെ ഉത്സവ സമയത്തൊക്കെയാണ് ഈ പള്ളിയോടം എടുക്കാറുള്ളത്. അവിടെ അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ ഒരു ഇതും കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ മുകളിലായിട്ട്. അപ്പോൾ ഇത് അവിടുത്തെ ഒരു നല്ല ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണ്. ഇനി നമ്മളിതാ പോരണ വഴിക്ക് അയ്യപ്പസ്വാമിയുടെ അവിടെ കെട്ടുനിറയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പ്രദക്ഷിണമൊക്കെ ചെയ്ത് കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് അങ്ങനെ സന്തോഷമായി. ഇന്ന് വന്ന കാര്യം നല്ല ഹാപ്പി ആയിട്ട് കഴിഞ്ഞ ഒരു സംതൃപ്തിയോട് കൂടിയിട്ട് നമ്മൾ തിരിച്ചു വരികയാണ്. അപ്പോൾ ഇനി കർക്കിടക മാസത്തിൽ വരുന്നുണ്ടാവില്ല, കാരണം നമ്മൾ തിരക്കാണ്. അപ്പോൾ ഇനി പുറത്തായിട്ട് ഇതുപോലെ ഹനുമാൻ സ്വാമിയുടെ ഒരു പ്രതിഷ്ഠ കൂടിയുണ്ട്. നല്ല വലിയൊരു കരിങ്കല്ലിൻ്റെ പ്രതിമ തന്നെയാണ് കേട്ടോ അവിടെ ഉള്ളത്, ഹനുമാൻ സ്വാമിയുടെ. അപ്പോൾ അത് അമ്പലത്തിൻ്റെ പുറത്ത്, മതിൽക്ക് പുറത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കണ്ട് തൊഴുത് നമ്മൾ മടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യുക. അപ്പോൾ അമ്പലത്തിലേക്ക് എല്ലാവർക്കും വന്ന് തൊഴാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയ്ക്കാണ്. അതുവരേക്കും താങ്ക് യു.